ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇന്ന് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി വിഭാഗത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹി സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ്ലി. ഓപ്ഷൻ എ ബി ദ സി ആൻഡ് ഡി നൺ ഓഫ് ദീസ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. അതിൻ്റെ നമുക്ക് വിശദീകരണത്തിൽ കിട്ടും നോക്കാം. സാധാരണ ഭാഷകളിലെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കാറില്ല. ഇംഗ്ലീഷ് ഈസ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. എന്നാൽ ഭാഷയുടെ പേരിനൊപ്പം ലാംഗ്വേജ് എന്ന വാക്ക് വന്നാൽ ദ ചേർക്കണം. ഇവിടെ ഹി സ്പീക്സ് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് വന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വന്നുകൊണ്ട് അതിൻ്റെ ആൻസർ ദ ഡാഷ് ഹി സ്പീക്സ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ നോക്കാം. One of the district players dash selected to the state team. Option A is B or C was D where. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, വാസ്. അതിൻ്റെ വിശദീകരണം നോക്കാം. വൺ ഓഫ് ദി ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ് എന്ന സബ്ജക്റ്റ് പാർട്ടിലെ യഥാർത്ഥ സബ്ജക്റ്റ് എന്ന് ആണ്. വൺ ഓഫ് ദി ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ് അതിൻ്റെ സബ്ജക്റ്റ് 1 ആണ്. ഇത് ഏകവചനമായതിനാൽ ഏകവചന പ്രക്രിയ ഉപയോഗിക്കണം. ഈസ്, വാസ് എന്നിവയാണ് ഏകവചന ക്രിയകൾ. വാക്യം കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഈസ് ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് വാസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ വൺ ഓഫ് ദ ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ് വാസ് സെലക്റ്റഡ് ടു ദ സ്റ്റേറ്റ് എന്ന ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. The teacher congratulated the student dash his success. Option A for, B at, C on, D in. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓൺ. The teacher congratulated the student on his success. നാലാമത്തെ ക്വസ്റ്റ്യൻ, they laughed at him. He became angry. The more he laughed at him dash he became. Option the more angry, B more angry, C angrier, D the angrier. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ മോർ എന്ന പ്രയോഗ രീതിയിൽ വരുന്ന വാക്യമാണിത്. രണ്ടിടത്തും ദായ്ക്ക് ശേഷം കമ്പാരിറ്റീവ് വേർഡ് ഉപയോഗിക്കണം. ആംഗ്രിയുടെ കമ്പാരിറ്റീവാണ് ആംഗ്രിയർ. ഇതിന് മുന്നിൽ ദ ചേർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആൻസർ എന്ത് വരും? ദ ആംഗ്രിയർ. ദ മോർ ഹി ലോഫ്ഡ് അറ്റ് ഹിം ദ ആംഗ്രി ഹി ബിക്കെയിം. അതുകൊണ്ടാണ് അങ്ങനെ ആൻസർ വരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ദ മാൻ ബിക്കം നോവസ് ബിക്കോസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ്. ദ ഫസ്റ്റ് എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സ്പീച്ച് ഡെലിവേർഡ് ബൈ ഹിം. സെലക്ട് വൺ വേർഡ് ഫോർ ദ വേർഡ്സ് അണ്ടർലൈൻഡ്. ഓപ്ഷൻ എ മൈഡൻ, ബി മാറ്റിൻ, സി മലൈൻ, ഡി മെനാക്കിൾ. അതിൻ്റെ നമുക്ക് വിശദീകരണം നോക്കാം. മെയ്ഡൻ എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആദ്യത്തെ എന്നുള്ള അർത്ഥമാണ്. മാറ്റിൻ സൂര്യോദയ സമയത്തെ, മലൈൻ ഗുരുതരമായ എന്ന അർത്ഥമാണുള്ളത്. മെനാക്കിൾ അതിൻ്റെ അർത്ഥം കൈവിലങ്ങ് എന്നാണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മെയ്ഡൻ, ആദ്യത്തെ. ദ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മെയ്ഡൻ, ആദ്യത്തെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ, അലൈൻ ഈസ് എ സൈനോണിം ഓഫ്. ഓപ്ഷൻ എ എസെൻട്രിക്, ബി ഫ്രണ്ട്, സി നേറ്റീവ്, ഡി എക്സോട്ടിക്. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി എക്സോട്ടിക് എന്നതാണ്. അലൈൻ്റെ സൈനോനൈം എന്ന് പറയുന്നത് എക്സോട്ടിക്. അലൈൻ, എക്സോട്ടിക്, അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വിദേശീയമായ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ, യൂലോജിസ്റ്റിക് ഈസ് ദ ആൻറ്റോണിമം ഓഫ്. ഓപ്ഷൻ എ ക്രിറ്റിക്കൽ, ബി കവേർഡ്ലി, സി അഫ്ലുവൻറ്റ്, ഡി ലോജിസ്റ്റിക്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രിറ്റിക്കൽ. അതായത് യോളജിസ്റ്റിക് എന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്തുതിച്ചുകൊണ്ടുള്ള എന്നുള്ളൊരു മീനിങ്ങാണുള്ളത്. ക്രിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്
വിമർശനാത്മകമായിട്ടുള്ളത് എന്നുള്ള ഒരു മീനിങ് ആണുള്ളത്. അപ്പോൾ യോളജിസ്റ്റിക് എന്നതിൻ്റെ ആൻറ്റോണിം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രിറ്റിക്കൽ എന്നാണ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ് ഡാഷ് ആറ്റ് പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണത്. ഓപ്ഷൻ നോക്കാം. എ ഡു യു, ബി വിൽ യു, സി ഷാൽ യു, ഡി ആർ യു. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വിൽ യു. ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ് വിൽ യു. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അതായത് അതിൻ്റെ ഒരു വിശദീകരണം നോക്കുകയാണെങ്കിൽ വാക്യം തുടങ്ങുന്നത് ഡോണ്ടിലാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഓട്ടോമാറ്റിക്കലി വിൽ യു ആയിരിക്കും. അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. എക്സാം എഴുതുമ്പോൾ ഡോൺ തുടങ്ങുന്ന വാക്കിന് എന്തായാലും ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ അത് ഓപ്ഷനിലുണ്ടെങ്കിൽ വിൽ യു തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 9ാമത്തെ. എ ബേക്കിസ് ഡസൻ മീൻസ് ഓപ്ഷൻ എ അലോവൻസ്, ബി ടോൾ, സി 13, ഡി കോമ്പൻസേഷൻ. ആൻസർ ഓപ്ഷൻ സി 13. 10ാമത്തെ ക്വസ്റ്റ്യൻ. The economic depression dealt the dash to his business. Option A coup de grace, B coup d'etat, C carte blanche, D corrigendum. Answer option A coup de grace. Spelling COUP ആണ്. കൂപ്പ് എന്നാണ് വായിക്കുക. DE ഗ്രേസ്. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഡാഷ് വേസ്റ്റഡ് ഓൺ ഇറ്റ്. ഓപ്ഷൻ എ ബി ഈസ്, സി ആർ, ഡി ബീൻ. അതായത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ആണ്. എ ഗുഡ് ഡീൽ ഓഫ് ടൈം ഈസ് വേസ്റ്റഡ് ഓൺ ഇറ്റ്. ഈസ് എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അതായത് എ ഗുഡ് ഡീൽ ഉപയോഗിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺസിനോടൊപ്പമാണ്. അതിനാൽ സിംഗിൾ വെർബ് ഉപയോഗിക്കണം. അപ്പോൾ അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ബേബി ബൂം മീൻസ്. ഓപ്ഷൻ എ ക്രാഡിൽ, ബി എ പ്ലേ, സി ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ്, ഡി ബിഗിനിങ് സ്റ്റേറ്റ് ഓഫ് എ പ്രോജക്റ്റ്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഇൻക്രീസ് ഇൻ ബർത്ത് റേറ്റ്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ സിനോണിം ഓഫ് absurd is option A unconscious, B conscious, C foolish, D sensible. Answer C foolish. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ. ഓപ്പോസിറ്റ് ഓഫ് affluence is option A confluence, B ignorance, C poverty, D adventurous. ഓപ്ഷൻ ആൻസർ ഓപ്ഷൻ സി പോവർട്ടി. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ദ ലൈറ്റ്. ഓപ്ഷൻ എ പുട്ട് ഇൻ, ബി പുട്ട് എ സൈഡ് ഓഫ്, സി പുട്ട് ഓൺ, ഡി പുട്ട് കട്ട്. ഓപ്ഷൻ ഡി പുട്ട് ഔട്ടാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പുട്ട് ഔട്ടാണ്. ഐ പുട്ട് ഔട്ട് ദ ലൈറ്റ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേർഡ് അഡ് ഹോക്ക് മീൻസ്. ഓപ്ഷൻ എ ഫ്രം ദ ബിഗിനിങ്, ബി മോഡ് ഓഫ് ഓപ്പറേഷൻ, സി ഫർദർ കൺസിഡറേഷൻ, ഡി ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ്. സ്പെഷ്യൽ പർപ്പസിനാണ് അഡ് ഹോക്ക് എന്ന് അതിൻ്റെ മീനിങ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് ഈസ് ഓപ്ഷൻ എ അനാർക്കി, ബി അരിസ്റ്റോക്രസി, സി ഓട്ടോക്രസി, ഡി ഓട്ടോണോമി. ആൻസർ ഓപ്ഷൻ എ അനാർക്കി. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് കറക്റ്റ്ലി സ്പെൽ വേർഡ് എഫിഷ്യൻറ്റ്. സ്പെല്ലിംഗ് EFFICIENT, ബി ട്രീറ്റ്മെൻറ്റ് TREETMENT, സി betterment BETERMENT, D employed EMPLOYD.
കറക്റ്റ് സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എൻ്റെ ആൻസർ ഓപ്ഷൻ എ എഫിഷ്യൻറ്റ്. 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഐഡിയം ടു ഡ്രൈവ് ഹോം മീൻസ് ഓപ്ഷൻ എ ടു ഫൈൻഡ് വൺസ് റൂട്ട്സ്, ബി ടു റിട്ടേൺ ടു പ്ലേസ് ഓഫ് റെസ്റ്റ്, സി ബാക്ക് ടു ഒറിജിനൽ പൊസിഷൻ, ഡി ടു എംഫസൈസ്. ആൻസർ ഡി ആണ്, ടു എംഫസൈസ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് മീൻസ് എ പോപ്പുലർ ആറ്റ്? ഓപ്ഷൻ എ കോളേജ്. കോളേജിൻ്റെ സ്പെല്ലിംഗ് COLLAGE. ബി കോളേജ് അത് COLLEGE. ആദ്യത്തിൻ്റെ AGE ആണ്, രണ്ടാമത്തെ കോളേജ് EGE. മൂന്നാമത്തെ കോളേജ് COLLEAGUE കൊളേഗ്. ഡി COOLAGE. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് എ ആണ്, കോളേജ് COLLAGE. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിൽ കിടക്കാം. 21ാമത്തെ. ദിസ് ഈസ് മൈ ബുക്ക് ഡാഷ് ഓൺ ദ ടേബിൾ. ഓപ്ഷൻ എ യുവേഴ്സ്, ഓപ്ഷൻ ബി യുവേഴ്സ് അപ്പോസ്ട്രോഫി എസ് ആണ്, സി യുവർ, ഡി യുവേഴ്സസ്. അതായത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, യുവേഴ്സ്. അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. യുവേഴ്സ് എന്നത്, അതായത് അപ്പോസ്ട്രോഫി എസ്, അത് തെറ്റായ പ്രയോഗമാണ്. ഇവിടെ ഒരു അപ്പോസ്ട്രോഫി ആവശ്യമില്ല. നിൻ്റേത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് യുവേഴ്സ്. യുവേഴ്സിന് ശേഷം ഒരു നൗൺ ആവശ്യമില്ല. യുവേഴ്സ് ബുക്ക് എന്ന് പറയാറില്ല. എന്നാൽ യുവറിന് ശേഷം ഒരു നൗൺ നിർബന്ധമായി വേണം. യുവർ ബുക്ക്, യുവേഴ്സസ്. യുവേഴ്സസ് എന്ന് ഇംഗ്ലീഷിൽ ഇല്ല, അങ്ങനെ ഇല്ലാത്തൊരു വാക്കാണ്. YOURSES. അങ്ങനെ ഒരു വാക്ക് ഇംഗ്ലീഷിലില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസ് കിടക്കാം. 22ാമത്തെ. സം പീപ്പിൾ ഡു നോട്ട് ലൈക്ക് ഡാഷ് മിൽക്ക്. ഓപ്ഷൻ എ ആൻ, ബി എ, സി ദ, ഡി നോ ആർട്ടിക്കിൾ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൻ്റെ വിശദീകരണം നോക്കാം. ഇവിടെ മിൽക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പൊതുവായ ആശയത്തിലാണ്, പ്രത്യേകമായ ആശയത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് ദ ഉപയോഗിക്കുന്നത്. പുട്ട് ദ മിൽക്ക് ഇൻ എ ഷാലോ ഡിഷ്. മിൽക്ക് എന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആയതിനാൽ എ ഉപയോഗിക്കാറില്ല. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ആൻറ്റോണിം ഫോർ ദ italicized word in the sentence. Of the proposal got the concurrence from the UGC within a short period. Option A opposition, B disapproval, C denunciation, D discouraged. Answer option C denunciation. 24ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് one word for the phrase gone below. Play game of chance for money, especially for high stakes. Option A gamble, B casino, C varigate, D usury. Answer option A gamble. 25ാമത്തെ ക്വസ്റ്റ്യൻ. How many newspapers do you subscribe dash? Option A 2, B 4, C with, D in. Answer option A 2. അതായത് how many newspapers do you subscribe to എന്നാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. We all look forward to dash a picnic in the park. Option A have, B have had, C having, D be having. Answer option C having. We all look forward to having a picnic in the park എന്നാണ്. അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത്
ലുക്ക് ഫോർവേഡ് ടു എന്ന പ്രയോഗത്തിന് ശേഷം ing വെർബാണ് ഉപയോഗിക്കേണ്ടത്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഷീ സെൽഡം ഫോൺ മീ ഡാഷ്. അത് ക്വസ്റ്റ്യൻ മാർക്കാണ്, ക്വസ്റ്റ്യൻ ടാഗാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. എ ഇസിൻ ഷീ, ബി ഡസ് ഷീ, സി ഈസ് ഷീ, ഡി ഡസിൻ ഷീ. ആൻസർ ഓപ്ഷൻ ബി ഡസ് ഷീ. ഷീ സെൽഡം ഫോൺ മീ, ഡസ് ഷീ എന്നേ വരുള്ളൂ. അതിൻ്റെ വിശദീകരണം നോക്കാം. സെൽഡം ഉള്ളതിനാൽ വാക്യം നെഗറ്റീവാണ്. അതിനാൽ പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. എപ്പോഴും മനസ്സിലോർക്കുക, സെൽഡം ഉള്ള ഒരു വാക്കാണെങ്കിൽ അത് നെഗറ്റീവാണ്. അപ്പം ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവായിരിക്കും. വാക്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ലാത്തതിനാൽ ഡസ് വരുന്ന പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഡസ് ഷീ എന്ന് പറഞ്ഞത്. 28ാമത്തെ ക്വസ്റ്റ്യൻ. റാണി ഈസ് ദ ഡാഷ് ഓഫ് ഓൾ ദ ഗേൾസ് ഇൻ ദ സ്കൂൾ. ഓപ്ഷൻ എ ടോളർ, ബി ടോൾ, സി ടോളസ്റ്റ്, ഡി മോർ ടോൾ. ആൻസർ ഓപ്ഷൻ സി ടോളസ്റ്റ്. റാണി ഈസ് ദ ടോളസ്റ്റ് ഓഫ് ഓൾ ദ ഗേൾസ് ഇൻ ദ സ്കൂൾ എന്നാണ്. അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. വാക്യം സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വന്നതിനാൽ ടോളസ്റ്റ് ഉപയോഗിക്കുന്നു. ദയ്ക്ക് ശേഷം ഉപയോഗിക്കുന്നത് സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ് ആയതിനാൽ ടോളസ്റ്റ് ഉപയോഗിക്കുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഷീന ഡാഷ് വിസിറ്റ് ഹർ അങ്കിൾ വെൻ ഹി വാസ് ഹിയർ. ഓപ്ഷൻ എ വിൽ, ബി ought to, സി ക്യാൻ, ഡി യൂസ്ഡ് ടു. അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് വെൻ ഹി വാസ് ഹിയർ എന്നത് പാസ്റ്റ് ടെൻസ് ആയതിനാൽ ഇതിന് മുന്നിലുള്ള വാക്യത്തിൻ്റെ ടെൻസും പാസ്റ്റ് ടെൻസും ആവണം. 4 ഉത്തരങ്ങളിൽ യൂസ്ഡ് ടു മാത്രമാണ് പാസ്റ്റ് ടെൻസിലുള്ളത്. ഓപ്ഷൻസിൽ ഉള്ളതിൽ യൂസ്ഡ് ടു മാത്രമാണ് പാസ്റ്റ് ടെൻസിൽ. വിൽ ought to, ക്യാൻ ഇതൊന്നും പാസ്റ്റ് ടെൻസ് അല്ല എന്നറിയാം. ഡി ആണ് പാസ്റ്റ് ടെൻസിലുള്ളത്, യൂസ്ഡ് ടു. അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ യൂസ്ഡ് ടു എന്ന് വന്നത്. ഇപ്പം 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ്. ഓപ്ഷൻ എ ദ വൺ തിങ് അബൌട്ട് ടോളറേറ്റിംഗ് ആർട്ടിസ്റ്റ് ഈസ് ഡിസ്റ്റർബ്ഡ് വൈൽ വർക്കിംഗ്. ബി ദ വൺ തിങ് ദാറ്റ് ആർട്ടിസ്റ്റ് ക്യാൻ ടോളറേറ്റ് ഈസ് ബീയിങ് ഡിസ്റ്റർബ്ഡ് അറ്റ് വർക്ക്. സി ടോളറേറ്റിംഗ് ആർട്ടിസ്റ്റ് വൈൽ വർക്കിംഗ് ഈസ് എ ഡിസ്റ്റർബിംഗ് തിങ്. ഡി ദ വൺ തിങ് that artist doesn't tolerate is being disturbed while working. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. The one thing that artist can tolerate is being disturbed at work.